പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ആദ്യം നോക്കാൻ പോകുന്നത് ഇൻപുട്ട് ഫംഗ്ഷനാണ്. നമ്മൾ ഒരുപാട് ഫംഗ്ഷൻസ് ടൈപ്പ്, അതേപോലെ ടൈപ്പ് കൺവേർഷൻ ഫംഗ്ഷൻസ്, ടൈപ്പ് ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ, ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു പുതിയ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ നമുക്ക് ഇൻപുട്ട് ഫംഗ്ഷൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ഒരു യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങിച്ച് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിതിനകത്ത് ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി വിഷ്വൽ സ്റ്റുഡിയോയിൽ ചെയ്തു തുടങ്ങാം ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ. വിഷ്വൽ സ്റ്റുഡിയോ പുതിയൊരു വിൻഡോ ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഫയൽ പൈത്തൺ ഫയൽ കോഡ്. ഓക്കെ, അത് ഡെസ്ക്ടോപ്പിൽ ജനറേറ്റ് ചെയ്യാം. പൈത്തൺ ടെസ്റ്റ് കോഡ് ക്രിയേറ്റ് ഫയൽ. എനിക്കത് പൈത്തൺ ഫയലായിട്ട് വന്നിട്ടില്ല തോന്നുന്നു. ഒരു .py എക്സ്റ്റൻഷൻ കൂടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു പൈത്തൺ ഫയൽ ആയിട്ടുണ്ട്. പൈത്തൺ ടെസ്റ്റ് കോഡ് .py നമ്മുടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ. ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ ജനറേറ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു കോഡ് റൺ ചെയ്ത് നോക്കാം. പ്രിൻ്റ് ഓഫ് ഹലോ വേൾഡ് സേവ് ചെയ്തു, റൺ ചെയ്യുന്നു. ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ്. യൂസറുടെ കയ്യിൽ നിന്ന് ഡാറ്റ മേടിച്ചിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മളായിരിക്കില്ല, ക്ലയൻ്റ് ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ പ്യുവർ പൈത്തൺ അല്ല നമ്മൾ എന്തായാലും യൂസ് ചെയ്യുക. ഇനി ഇൻ കേസ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു മെഷീൻ കോഡോ അല്ലെങ്കിൽ IoT സെറ്റപ്പിലേക്ക് വരുന്ന ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഇൻപുട്ട് നമുക്ക് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് എടുക്കേണ്ടി വരും ഇതിനകത്തേക്ക്. അങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ ഇൻപുട്ട് യൂസ് ചെയ്യുക. ഓക്കെ, എല്ലാ ലാംഗ്വേജിലും ഉണ്ട് ഇൻപുട്ട് എടുക്കാനുള്ളത് അല്ലേ. C++, സ്കാൻഎഫ് എന്നൊക്കെ പറഞ്ഞ ഫംഗ്ഷൻസ് അല്ലേ CPP-യിലാണ് തോന്നുന്നു. ഒരു സെയിം പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇൻപുട്ടിന് യൂസ് ചെയ്താൽ മതി. ഇൻപുട്ട് ഓഫ് ഇത്രയും മതി. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. കൺട്രോൾ സേവ് ചെയ്യുന്നു, ഇത് റൺ ചെയ്യുന്നു. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റൺ കോഡോ ഇല്ല. ഓക്കെ, ഞാൻ ഈ ബട്ടൺ തന്നെ യൂസ് ചെയ്യും. റൺ ചെയ്യുന്നു. ഇപ്പോൾ ഇത് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ ഒരു കൺസോള് റണ്ണിങ് കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ വെയിറ്റിംഗ് ആണ്. ഒരു യൂസർ ഇൻപുട്ടിന് വേണ്ടിയിട്ട്, ഇപ്പോൾ യൂസർ ഇൻപുട്ട് കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 1 2 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. അവിടെ കോഡ് അവസാനിച്ചു. അപ്പോൾ ഇൻപുട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ യൂസർ ഇൻപുട്ടിന് വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യും. കുറച്ചുകൂടി വിഷ്വലൈസേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓക്കെ, ഇവിടെ ജസ്റ്റ് നമുക്കൊരു നമ്മൾ ഇന്നലെ വരെ ചെയ്തിരുന്ന ഇതിനകത്തായിരുന്നു. ഇതിനകത്ത് നമുക്ക് കൊടുത്തു നോക്കാം. ഇൻപുട്ട് ഫംഗ്ഷനാണ്. നമ്മളിപ്പോൾ എല്ലാത്തിനും നമ്മൾ ഫംഗ്ഷൻ അല്ലേ യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് ഫംഗ്ഷനാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട റേഞ്ച്, ഈ സാധനങ്ങളൊക്കെ ഫംഗ്ഷനാണ്. അപ്പോൾ അതേപോലെ ഇൻപുട്ട് എടുക്കാനും പൈത്തൺ നമുക്ക് തരുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. മറ്റൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ. ഷിഫ്റ്റ് എൻ്റർ ചെയ്യുന്നു. കണക്ട് ചെയ്യാൻ ഒരു ഇനീഷ്യൽ ടൈം എടുക്കും, അതാണ് കണക്റ്റിംഗ്.
കണക്റ്റഡ്. ഓക്കെ, കണ്ടോ, ആ ഒരു സെല്ല് റണ്ണിങ് കഴിഞ്ഞിട്ടില്ല, അത് വെയിറ്റിംഗ് ഫോർ സംതിങ്, നമ്മുടെ ഒരു ഇൻപുട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 2 3 ഞാൻ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താലാണ് സെല്ലിൻ്റെ റണ്ണിങ് നിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സെയിം കാര്യം തന്നെയാണ്, ഞാൻ കുറച്ചുകൂടി ഒന്ന് വിഷ്വലി ഓക്കെ ആകാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ കൊലാബ് എടുത്തത്. ഓക്കെ, അങ്ങനെ നമുക്കൊരു 2 നമ്പർ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ, ഇൻപുട്ട് എടുത്തിട്ട്. അപ്പോൾ നമ്പർ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, num1 ഈക്വൽ ടു ഇൻപുട്ട്, num2 ഈക്വൽ ടു ഇൻപുട്ട്, പ്രിന്റ് ഓഫ് num1, num2. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കോഡിങ് ഇവിടെ അവസാനിച്ചിട്ടില്ല, വെയിറ്റ് ചെയ്യാണ്. ഞാൻ 5 അടിച്ചു, എൻ്റർ ചെയ്തു, പിന്നെ ഒരു സ്പേസ് വന്നു, അവിടെ ഞാൻ 8 അടിച്ചു, എൻ്റർ ചെയ്തു. എന്തായി, 5 അടിച്ചു എൻ്റർ ചെയ്തു, 8 അടിച്ചു എൻ്റർ ചെയ്തു. അടുത്ത സ്റ്റെപ്പിലേക്ക്, ഇത് പൈത്തൺ കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പൈത്തൺ നമ്മൾ കോഡ് കമ്പൈൽ ചെയ്യുന്നത് ലൈൻ ബൈ ലൈൻസ് ആയിട്ടാണ്. ആദ്യം ഈ ലൈൻ റൺ ആവും, ആ ലൈനകത്ത് നമ്പർ 1 എൻ്റർ ചെയ്യാനാണ് പറഞ്ഞത്, നമ്മൾ 5 എൻ്റർ ചെയ്തു. അടുത്ത് റൺ ആവുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് num2, അവിടെ ഞാൻ 8 അടിച്ചു, എൻ്റർ ചെയ്തു. പിന്നെ അടുത്ത ലൈൻ ആവുന്നത് പ്രിൻറ്റ് num1, num2, ഈ ഒരു ലൈനാണ്. അവിടെ വെച്ചിട്ടത് പ്രിൻ്റ് ആവുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു മെസ്സേജ് കൂടെ കൊടുക്കാം. ഒരു എന്താ പ്ലേസ് ഹോൾഡർ, HTML പ്ലേസ് ഹോൾഡർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, എൻ്റർ നമ്പർ 1, എൻ്റർ നമ്പർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് യൂസറിന് മനസ്സിലാവാം കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ഫംഗ്ഷൻ്റെ ഒരു പാരാമീറ്റർ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, നമുക്ക് അവിടെ വരേണ്ട ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുക്കാം എൻ്റർ നമ്പർ 1 ആൻഡ് എൻ്റർ നമ്പർ 2. ഓക്കെ, പ്രിൻ്റ് അയക്കുകയാണ്. ഓക്കെ, റൺ ആയി നോക്കാം. എൻ്റർ നമ്പർ 1 എന്നുള്ള ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ ഞാൻ 5 എൻ്റർ ചെയ്തു. എൻ്റെ നമ്പർ 2 നമ്പർ 2 വന്നിട്ടുണ്ട്, അവിടെ ഞാൻ 6 ആഡ് ചെയ്തു. ഓക്കെ, യു എൻ്റർഡ് 5 and 6, നമുക്കവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പ്രിൻ്റ് കിട്ടി. നമുക്ക് 2 നമ്പർ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ, എന്താ വരുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിൻ്റ് ഇടുന്നതിന് മുന്നേ sum equal to num1 plus num2. Okay, print of sum of the numbers you entered. സം ഞാനിവിടെ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം, ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, എൻ്റെ നമ്പർ 1 5 ക്ലിക്ക് ചെയ്തു. എൻ്റെ നമ്പർ 2 ഞാനൊരു 9 എൻ്റർ ചെയ്തു. ഓക്കെ, സം ഓഫ് ദ നമ്പർ യു എൻ്റർഡ് ഈസ് 59 ആൻഡ് യു എൻ്റർഡ് 5 and 9. അപ്പോൾ എന്തുകൊണ്ടാണ് 59 വന്നത്? 5ഉം 9ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 59 അല്ലല്ലോ വരണ്ടേ, 14 അല്ലേ വരിക. അപ്പോൾ എങ്ങനെയാണ് 59 വന്നത്? മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് 59 വന്നതെന്ന്. ഇവിടെ നടന്നത്, നമ്മുടെ ഓപ്പറേറ്റർ ഏതായിരുന്നു ഇവിടെ? ഈ ഒരു അഡീഷൻ ഓപ്പറേറ്ററാണ്. ഓപ്പറൻസോ num1 num2.
രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റർ അഡീഷൻ ആയിരിക്കും. പക്ഷെ രണ്ട് സ്ട്രിങ് തമ്മിൽ ആഡ് ചെയ്യുന്നെങ്കിൽ അത് അഡീഷണൽ ഓപ്പറേഷൻ ആയിരിക്കില്ല, പകരം എന്തായിരിക്കും, കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ആയിട്ടുള്ളത്. വിച്ച് മീൻസ് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ഇൻ്റ് അല്ല, സ്ട്രിങ് ആണ്. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? എങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ സ്ട്രിങ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ടൈപ്പ് ഏതാണ് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്ത് കൊടുക്കാം? അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ഓഫ് ദ ടൈപ്പ് the values are num1. num1ൻ്റെ ടൈപ്പും കൂടെ കാണാം, ടൈപ്പ് ഓഫ് നമ്പർ. അപ്പോൾ ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? നമ്മൾ എൻ്റർ ചെയ്ത സ്ട്രിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. num2 ടൈപ്പ് ഓഫ് num2. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രിൻ്റ് ആവുന്ന ആദ്യം ഈ ഒരു സ്ട്രിങ് പ്രിൻ്റ് ആവും, അത് കഴിഞ്ഞിട്ട് നമ്പർ 1 ഏതാണെന്ന് പ്രിൻ്റ് ആവും, പിന്നെ അതിൻ്റെ ടൈപ്പ് ഏതാ പ്രിൻ്റ് ആവും, പിന്നെ നമ്പർ 2 പ്രിൻ്റ് ആവും, പിന്നെ അതിൻ്റെ ടൈപ്പ് പ്രിൻ്റ് ആവും. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. 7 സോറി ഇത് വേറെ ഉണ്ടല്ലോ. ഇവിടെയാണ് എറർ വന്നത്, സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ നമ്പർ 1 5, എൻ്റെ നമ്പർ 2 9. എൻ്റെ ടൈമിൽ എന്താ വന്നത്? ദ ടൈപ്പ് ഓഫ് വാല്യൂസ് ആർ 5ൻ്റെ വന്നത് ക്ലാസ് സ്ട്രിങ് ആണ്, 9ൻ്റെ വന്നത് സ്ട്രിങ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ എന്ത് കിടന്നത്? കോൺകാറ്റിനേഷൻ നടന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു അഡീഷൻ ഓപ്പറേഷൻ ആക്കാൻ എന്ത് ചെയ്യണം? രണ്ട് ഓപ്പറൻസും ഇൻറ്റീജർ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഡാറ്റ ടൈപ്പിൽ വരുന്നതാണെന്ന് നമ്മൾക്ക് കൺഫേം ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം. വരുന്ന വാല്യൂവിനെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം. ഇൻറ്റ് ഓഫ്, അതേപോലെ ഇൻറ്റ് ഓഫ്. അപ്പോൾ ഇൻറ്റ് ഫംഗ്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, വേറെ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂവിനെ ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇൻറ്റിനകത്ത് ഞാൻ നമ്പർ 1നെ ഞാൻ ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു, നമ്പർ 2നെ ഞാൻ ഇൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ നമ്പർ 1 5 എൻ്റർ ചെയ്തു, രണ്ടാമത്തെ നമ്പർ 9 എൻ്റർ ചെയ്തു, എൻ്റർ അടിച്ചു. ഓക്കെ, ടൈപ്പ് ഓഫ് ദ വാല്യൂസ് ആർ 5 into 9 into, and sum of the number you have entered 14, you entered 5 and 9. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ എന്തിനാണെന്നിപ്പോൾ ഒരു ക്ലിയർ ആയില്ലേ? അപ്പോൾ ഡിഫോൾട്ടായിട്ട് എടുക്കുന്ന വാല്യൂ എന്തായിരിക്കും? ഇൻപുട്ട് ഫംഗ്ഷൻ ഡിഫോൾട്ടായിട്ട് എടുക്കുന്ന വാല്യൂ ഏത് ഡാറ്റ ടൈപ്പിലായിരിക്കും വരുന്നത്? സ്ട്രിങ്ങിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി നമുക്കൊന്ന് അറിയാം പൈത്തണിനുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിപ്പോഴാണ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഒക്കേഷൻ വന്നത്. ഒരു ഫംഗ്ഷൻ തന്നെയാണ്, എല്ലാ ഫംഗ്ഷനാണല്ലോ പൈത്തണിൽ. അപ്പോൾ അതിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുന്നത്. കമൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈത്തണിൽ കമൻറ്റ് കാര്യം പറഞ്ഞല്ലോ. പൈത്തണിൽ നമ്മൾ ലൈൻസിന് കമൻറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഹാഷാണ് കൊടുക്കേണ്ടത്. ലൈനിൻ്റെ തൊട്ട് മുന്നേ ഒരു ഹാഷ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ലൈൻ എടുക്കത്തില്ല. ഹാഷ് കൊടുത്താൽ മതി. മൊത്തം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെലക്ട് ചെയ്ത് കൺട്രോൾ ഹാഷ് അല്ല കൺട്രോൾ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ലൈൻസും കമൻറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്ന ഫംഗ്ഷൻ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. ഓക്കെ, ഈ ഫംഗ്ഷനകത്ത് നമ്മൾ കൊടുക്കേണ്ട എക്സ്പ്രഷൻസ് ആണ്, നമ്പേഴ്സും അതേപോലെ ഓപ്പറൻസും ഓപ്പറേറ്റേഴ്സും എല്ലാം കൂടെ ഒരു മിക്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് പൈത്തൺ നമുക്ക് തരും.
എങ്ങനെ തരും? നമുക്കൊരു സാമ്പിൾ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും മേലെ കണ്ട അത്രയും ഓപ്പറേഷൻസ് അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അതിന് പകരം നമുക്കൊരു സ്ട്രിങ് ആയിട്ട് അതിനെ മേടിച്ചിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിലോ? ഫോർ എക്സാമ്പിൾ പറയാണ്, ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ എക്സ്പ്രഷൻ. ഓക്കെ, ഇത്രയും പറഞ്ഞു. എക്സ്പി ഈക്വൽ ടു, ജസ്റ്റ് നമുക്ക് EXP എന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓഫ് EXP. ഓക്കെ, സിൻടാക്സ് എറർ. എന്താണ് സിൻടാക്സ് എറർ? ഓക്കെ, ഇത് പൈത്തൺ ഷെല്ലിലേക്ക് കടന്നിട്ടുണ്ട്, അതാണ്. ഓക്കെ, ഞാൻ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ യുവർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ 2 + 5 + 8 - 1 എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ കൊടുത്തു. റൺ ചെയ്തു. അതൊരു സ്ട്രിങ് ആയിട്ട് എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്ട്രിങ് ആയിട്ട് എടുത്തു. ആ സ്ട്രിങ്ങിനോട് താഴെ പ്രിന്റ് ചെയ്തു. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഓപ്പറേഷൻ ആക്കിയിട്ട് ഇതിനകത്ത് ഓപ്പറൻസ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആക്കി എടുത്തൂടെ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇവാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവാലുവേറ്റ് എന്നാണ് ആ ഫംഗ്ഷൻ്റെ ഫുൾ. Evaluate the given source in the context of global and locals. ഓക്കെ, ഇനി പറഞ്ഞത് നോക്കിയാലോ? ടു പ്ലസ് 5 + 9 + 8 - 1. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയത് എന്താ? ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ്റെ ഒരു ഔട്ട്പുട്ട്, ഈ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത്, ഒരു സ്ട്രിങ് അല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് വളരെ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രോഗ്രാം നിങ്ങളും ചെയ്ത് നോക്കാം. എന്താ പറയുന്ന ഒരു ഫസ്റ്റ് വർക്ക് പോലെ, ഒരു ചെറിയൊരു അസൈൻമെൻറ്റ് പോലെ നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: സ്വാപ്പ് 2 numbers using a temporary variable and also without using a temporary variable. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സ്വാപ്പ് 2 numbers എന്ന് പറഞ്ഞാൽ അറിയാലോ, 2 നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ A = 2, അതേപോലെ എക്കകത്ത് 2 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവും, ബിക്കകത്ത് 5 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടെന്ന് വരാം. ഇനി എക്കകത്ത് 5 ആക്കണം, ബിക്കകത്ത് 2 ആക്കണം. ഇതാണ് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് രണ്ടിനും നേരെ നമ്മൾ തിരിച്ചിടാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാവോ? ഞാനിത് തന്നെ റിസോൾവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്താണ്. നിങ്ങൾക്ക് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്വാപ്പ് 2 numbers നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, നമുക്ക് എന്നാലും ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം യൂസ് ചെയ്ത കോഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്.
നമ്പർ ഓഫ് വാല്യൂസ് ഇത് വേണ്ട. values are num1 and num2 okay. Before swap ആണത്. ക്ലിയർ ചെയ്തു. എന്ത് വേറെ ഉണ്ടല്ലോ, അതൊരു കോമൺ ഔട്ട്. ശേഷം ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം നമുക്കൊന്ന്. 5 പിന്നെ 8. ഓക്കെ, the values are 5 and num2 8 before swap. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ബേസ്. ഇനി ഞാൻ സ്വാപ്പ് ചെയ്യാൻ പോവാണ്. ആഫ്റ്റർ സ്വാപ്പ് എന്താ വരിക നോക്കാം. num1 and num2 after swap. ഓക്കെ ഓക്കെ, ഇനി സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യാതെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. num1 ഈക്വൽ ടു num2. ഇപ്പം എൻ്റെ ആവശ്യം ഇതാണ്. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എക്കകത്ത് 2 എന്നുള്ള വാല്യൂവും ബിക്കകത്ത് 4 എന്നുള്ള വാല്യൂ ഉണ്ടെങ്കിൽ എനിക്ക് സ്വാപ്പ് ചെയ്ത് റിസൾട്ടായിട്ട് കിട്ടുന്നത് എക്കകത്ത് 4 എന്നുള്ള വാല്യൂ, ബിക്കകത്ത് 2 എന്നുള്ള വാല്യൂ. 2 നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യണം. അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ സ്റ്റെപ്പ് ഞാൻ ചെയ്തു. num1 ഈക്വൽ ടു num2. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു വേരിയബിൾ ഏറ്റവും അവസാനം എന്താണോ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതായിരിക്കും ആ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ num1 ഈക്വൽ ടു num2. num2നകത്ത് എന്താ ഉള്ളത്? ഇപ്പോൾ ഞാനിപ്പോൾ num1ൽ 5ഉം num2ൽ 8ഉം എൻ്റർ ചെയ്തു. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ കൂട്ടാം. num1ൽ 5ഉം num2ൽ 8ഉം ഞാൻ എൻ്റർ ചെയ്തു. അപ്പോൾ നിലവിൽ num1ൽ 1ഉം num2ൽ 8ഉം ഉണ്ട്. ഇനി num1 ഈക്വൽ ടു num2 എന്ന് പറയുമ്പോൾ num1ലേക്ക് എന്ത് പോവും? നമ്പർ 1ലേക്ക് പോകുന്നത് 8 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇനി num1ലെ 5 എന്ന് പറഞ്ഞ വാല്യൂ അവിടെ ഇല്ല. പകരം num1ലേക്ക് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അസൈൻ ചെയ്ത 8 അതിനകത്ത് കയറി കഴിഞ്ഞു. ഓക്കെ, ഇനി num2 ഈക്വൽ ടു num1 എന്ന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? കാര്യം num1നകത്ത് എന്താ ഉള്ളത്? num1നകത്തും 8 ഉള്ളത്, num2നകത്തും 8 ഉള്ളത്. അപ്പോൾ കാര്യമില്ല. എന്താ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 5 എൻ്റർ ചെയ്തു. ഇതിൽ 5 എൻ്റർ ചെയ്തു. അടുത്തത് 8 എൻ്റർ ചെയ്തു. അപ്പോൾ num1 8ഉം ആൻഡ് num2 8. ആഫ്റ്റർ സ്വാപ്പ് രണ്ടും എന്തായി? 2ഉം 8 ആയിട്ടാണ് എനിക്ക് വന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺസെപ്റ്റാണ്. നമുക്കിവിടെ മാത്രമല്ല വേറെ പലയിടത്തും ഇതിൻ്റെ വലിയ ലോജിക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഈ തൽക്കാലം ഇപ്പോൾ സ്വാപ്പ് ചെയ്യാനുള്ളൊരു ഇതിനെ മാത്രം കണ്ടാൽ മതി. നമുക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു സെയിം കോൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ടെമ്പററി എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്.
എന്നിട്ട് ആ വേരിയബിളിനകത്തേക്ക് ഞാൻ num1 അസൈൻ ചെയ്തു. അപ്പോൾ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് എന്താ ഉള്ളത്? ഇപ്പോൾ num1 അഥവാ 5 ഉണ്ടാവും. ഇനി num1ലേക്ക് ഞാൻ num2 അസൈൻ ചെയ്ത് വെച്ചു. പിന്നെ num2ലേക്ക് num1 വേണം. num1 അതിന് നമ്മൾ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്? ഒരു സ്ഥലത്ത് നമ്മൾ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ടെമ്പിൽ. ആ ടെമ്പിനെ എടുത്തിട്ട് ഞാനിനി num2ലേക്ക് കൊടുക്കും. ഓക്കെ, ടെമ്പ് കമൻറ്റ് ചെയ്യാം. ടെമ്പ് ഈസ് ടെമ്പ് ഹാവ് num1. ഓക്കെ, num1ഉം ടെമ്പിലും ഏറ്റവും ആദ്യം എൻ്റർ ചെയ്ത വാല്യൂ, ഇപ്പോഴത്തെ അല്ല, ഏറ്റവും ആദ്യം നമ്മൾ എന്താണോ കൊടുത്തത് അതാണ് ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഉണ്ടാവുക. ഇവിടെ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തെന്നുള്ളൂ. ഓക്കെ, ഇനി സ്വാപ്പിംഗ് വർക്ക് ആയിട്ടുണ്ടോ നോക്കാം. num1 5, num2 8, num1 8ഉം num2 5ഉം സ്വാപ്പായില്ലേ? സ്വാപ്പായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ടെമ്പററി വേരിയബിൾ ഇല്ലാതെ എങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക്? ടെമ്പററി വേരിയബിൾ ഇല്ലാതെ നമുക്ക് പൈത്തണിൽ പറ്റും, ബാക്കി ലാംഗ്വേജിൽ പറ്റും എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. പക്ഷെ നമുക്ക് പൈത്തണിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇപ്പോൾ പൈത്തണിൽ ടെമ്പററി വേരിയബിൾ ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് a, b, c, d ഈക്വൽ ടു 1, 2, 3, none എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അതായത് a ഈക്വൽ ടു 1, b ഈക്വൽ ടു 2, c ഈക്വൽ ടു 3, d ഈക്വൽ ടു none. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നമുക്ക് ഒരുമിച്ച് ഒരുപാട് വേരിയബിൾസിലേക്ക് ഒരൊറ്റ ലൈനിൽ തന്നെ നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റും. പൈത്തൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ സെയിം കോൺസെപ്റ്റാണ് ഞാനിവിടെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ടെമ്പററി വേരിയബിൾ ഇല്ലാതെ. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പൈത്തണിലുള്ള വേറെ ലാംഗ്വേജിലുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക്. num1, num2 equal to num2, num1. ഓക്കെ, ഇപ്പോൾ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഏതൊക്കെ വേരിയബിൾസ് ആണോ വേണ്ടതെന്നും കൊടുത്തു, റൈറ്റ് സൈഡിൽ നമുക്ക് അസൈൻ ചെയ്യാനുള്ള വാല്യൂസും കൊടുത്തു. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. 5, 8 സ്വാപ്പ് ആയിട്ടുണ്ട്. ബിഫോർ സ്വാപ്പിംഗ് 5ഉം 8ഉം, ആഫ്റ്റർ സ്വാപ്പിംഗ് 8ഉം 5ഉം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടെമ്പററി വേരിയബിൾ ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പഠിച്ച ഫംഗ്ഷനും ഇതും എല്ലാം വെച്ചിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. നമുക്കിനി വരുന്ന വീഡിയോസിലായിട്ട് ഇഫ് എൽസ് ലാഡർ, അതേപോലെ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ക്ലാസ്, അങ്ങനെ നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് പോകാം.